Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫിനിഷ് ചെയ്തത്. സോ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് 15 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഈ ഒരു പ്രോബ്ലത്തിന് ശേഷം നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ മുതൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്പർ 1 ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷൻ, ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ്, നോൺ കറന്റ് അസറ്റ്സ്, നോൺ കറന്റ് ലൈബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ട് പ്രിപ്പറേഷൻ വേണം. ദെൻ ആഫ്റ്റർ ദാറ്റ് അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ട് വരച്ച് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈനലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. സോ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ക്വസ്റ്റിനോട്ട് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് തൗസൻഡ്സ് ഒമിറ്റ് ചെയ്തിട്ടുള്ള 2 years ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. 31st March 2015-16 2 yearsന്റെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സോ ലൈബിലിറ്റി സൈഡില് ഷെയർ ക്യാപിറ്റല്, പ്രിഫറൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, റിസർവ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, പ്രപ്പോസ് ഡിവിഡൻഡ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലൈബിലിറ്റി ഫോർ എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ദെൻ അസറ്റ് സൈഡിലോട്ട് വരാണെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ഗുഡ് വിൽ അവൈലബിൾ ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസ്. അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോവുകയാണെങ്കിൽ എ പാർട്ട് ഓഫ് ലാൻഡ് വാസ് സോൾഡ് ഔട്ട് ഇൻ 2016 ആൻഡ് പ്രോഫിറ്റ് വാസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. ദെൻ മെഷീനറിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ സെയിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ പർച്ചേസ് ആണോ സെയിലാണോ അക്കൗണ്ട് വരച്ചിട്ട് അത് മനസ്സിലാക്കണം. ഇന്റർം ഡിവിഡൻഡിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്രപ്പോസ് ഡിവിഡൻഡിന്റെ 2 years ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, അപ്പോൾ അക്കൗണ്ട് വരയ്ക്കണം. ദെൻ an amount of 1000 has been received as dividend on investment, വേറൊരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടവർ അവിടെ എന്താണ്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷന് ശേഷം നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് സോഴ്സ് ഓഫ് ഫണ്ടും ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൗസൻഡ്സ് ഒമിറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. സോ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പറേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കറന്റ് അസറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്. ഒന്നുകൂടിയും പറയുന്നു, കറന്റ് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, കറന്റ് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ലൈബിലിറ്റി വരുന്നത്. കറന്റ് ലൈബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി, കറന്റ് ലൈബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. സോ ഈ ഒരു കൺസെപ്റ്റ് ആണ് മനസ്സിലോട്ട് വേണ്ടത്. സോ നമുക്ക് ആദ്യം എഴുതാം കറന്റ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. ഓക്കെ, സോ കറന്റ് അസറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ആദ്യം ഡെറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ നമുക്ക് ഡെറ്റേഴ്സ് ഡീറ്റെയിൽസ് എഴുതാം. ഡെറ്റേഴ്സ്, സോ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 2015 70, ദെൻ 2016 പോകുമ്പോൾ 85 ആണ്. ദാറ്റ് മീൻസ് അവിടെ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ആണ്. സോ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ആകുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. സോ എത്രത്തോളമാണ് ഡിഫറൻസ് വരുന്നത്? 15. സോ ആ ചേഞ്ച് നമുക്ക് ഇൻക്രീസ് കോളത്തിൽ കാണിക്കാം, 15. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്ക് ആണ്. സോ നെക്സ്റ്റ് എഴുതാം സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ എമൗണ്ട് 2015 39, 2016 പോകുമ്പോൾ 55. ഓക്കെ, സോ അവിടെ ഡിഫറൻസ് ഇൻക്രീസ് തന്നെയാണ് അവിടെ വരുന്നത്. സോ എത്ര കണ്ട് കൂടി? 16 കൂടി അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം 16, 39, 55 ആയിട്ട് കൂടി. ഇനി നെക്സ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്നത് ബിൽസ് റിസീവബിൾ, BR തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ BR, അതില് ഓപ്പണിംഗ് ബാലൻസ് 10ഉം ക്ലോസിംഗ് ബാലൻസ് 15ഉം ആണ്. സോ അവിടെയും increase ആണ് current asset. So increase in current asset working capital കൂട്ടും. So
ഡിഫറൻസ് 5 ഇൻക്രീസ് കോളത്തിൽ കാണിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് തന്നിരിക്കുന്നത് 7, ക്ലോസിംഗ് 5. സോ കറന്റ് അസറ്റ് കുറഞ്ഞു, ദാറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. എത്ര കണ്ട് കുറഞ്ഞു? 2. ഡിഫറൻസ് ഡിക്രീസ് കോളത്തിൽ കാണിച്ചു 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എഴുതാ ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എമൗണ്ട് 5 ഫസ്റ്റ് ഇയറില്, സെക്കൻഡ് ഇയറിൽ 4 ആയിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഡിക്രീസ് ഇൻ കറന്റ് അസറ്റ് ആണ് അഗെയിൻ. സോ ഡിഫറൻസ് 1 ഡിക്രീസ് കോളത്തിൽ കാണിച്ചു. സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് കറന്റ് അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള. സോ എല്ലാ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് എന്താണ്? കറന്റ് അസറ്റ് ടോട്ടൽ ചെയ്യാം. സോ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കറന്റ് അസറ്റ്സ്, ടോട്ടൽ കറന്റ് അസറ്റ്സ് 2015 വരുന്നത് ടോട്ടല് 131 ആണ്. 131 2015. Then 2016 പോകുമ്പോൾ അത് 164 ആയി. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ്ഡ്, കറന്റ് അസറ്റ് ടോട്ടൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്? കറന്റ് ലയബിലിറ്റി ഐറ്റംസ് കൺസിഡർ ചെയ്യണം. മൂവിംഗ് ടു നെക്സ്റ്റ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ്. സോ കറന്റ് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഐറ്റംസിലോട്ട് പോവാം. നമ്പർ 1 അവിടെ ക്രെഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ആദ്യം എഴുതാ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് ഇയർ 13, സെക്കൻഡ് ഇയർ 24 ആയിട്ട് കൂടി. അപ്പൊ കറന്റ് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. സോ 13 ഉള്ളത് 24 ആയിട്ട് കൂടി. ദാറ്റ് മീൻസ് 11 അല്ല, ഡിഫറൻസ് 11 ആണ് വരുന്നത്. സോ ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി ആകുമ്പോൾ അത് ഡിക്രീസ് കോളത്തിൽ കാണിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. 11 ആണ് ചേഞ്ച് വരുന്നത്. സോ നമ്മൾ അത് കാണിച്ചു. നെക്സ്റ്റ് ബിൽസ് പേയബിൾ ഉണ്ട്. ബിൽസ് പേയബിൾ ബിൽസ് പേയബിൾ വരുന്നത് ഫസ്റ്റ് ഇയർ 10, സെക്കൻഡ് ഇയർ 8 ആയിട്ട് കുറഞ്ഞു. സോ കറന്റ് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി. എത്ര? 2. ഡിഫറൻസ് വരുന്നത് 2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ലയബിലിറ്റീസ് ഫോർ എക്സ്പെൻസസ് ഒരു ഐറ്റം എടുക്കുന്നുണ്ട്. ലയബിലിറ്റീസ് ഫോർ എക്സ്പെൻസസ് എമൗണ്ട് ഫസ്റ്റ് ഇയർ വരുന്നത് 15, സെക്കൻഡ് ഇയർ വരുന്നത് 18. സോ അപ്പോൾ അവിടെ കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. കറന്റ് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. സോ ഡിഫറൻസ് എത്രയാണ്? 3. അത് ഡിക്രീസ് കോളത്തിൽ കാണിച്ചു 3. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ ഓപ്പണിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗും ഉണ്ട്. വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് അതിനെ കറന്റ് ലയബിലിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് എഴുതാ പ്രൊവിഷൻ ഫോർ ടാക്സ്. സോ ഓപ്പണിംഗ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ക്ലോസിംഗ് 25. സോ ഇവിടെയും കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. എത്ര? ഡിഫറൻസ് 5. ഓക്കെ, സോ നമ്മളിപ്പോ കറന്റ് ലയബിലിറ്റി ഐറ്റംസ് എല്ലാതും കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ കറന്റ് ലയബിലിറ്റി. ടോട്ടൽ കറന്റ് ലയബിലിറ്റി എത്രയെന്ന് ചെക്ക് ചെയ്യാം. സോ 2015 വരുന്നത് ടോട്ടൽ ചെയ്യുമ്പോൾ 58 ആണ്. 58. ഇനി 2016 പോകുമ്പോൾ അത് വരുന്നത് 75 ആണ്. 75. ഓക്കെ, സോ നമ്മള് കറന്റ് ലയബിലിറ്റി ടോട്ടൽ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് എന്ത്? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ. സോ 2015 131 കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി 58 ആണ്. സോ ഡിഫറൻസ് വരുന്നത് അവിടെ 73. ഓക്കെ, മൂവിംഗ് ടു 2016 164 75. അപ്പോ കറന്റ് അസറ്റ് 164, കറന്റ് ലയബിലിറ്റി 75. സോ ഇവിടെ ഡിഫറൻസ് വരുന്നത് 89. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണ്. 73 2015 ഉണ്ടായിരുന്നത് 2016 പോയപ്പോ 89 ആയിട്ട് കൂടി. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് കിട്ടിയ. സോ ഡിഫറൻസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ
വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻസ് വരുന്നത് അവിടെ 16 ആണ്. 16 ആണ് ഡിഫറൻസ് വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്ലോസ് ചെയ്യണം. സോ ക്ലോസ് ചെയ്യുമ്പോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ചേഞ്ചസിൽ എവിടെ കാണിക്കണം? ഡിക്രീസ് കോളത്തിൽ കാണിക്കണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. സോ 16 ഉള്ളത് എവിടെ എഴുതേണ്ടി വരും? ഇവിടെ കാണിക്കേണ്ടി വരും. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലോസ് ചെയ്യുമ്പോ ഇവിടെ 89 ടോട്ടൽ ചെയ്യാ. സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ 89, ഇവിടെയും 89. ദെൻ ഇങ്ങോട്ട് വരുമ്പോ 20, 36, 38 അല്ലേ? 3, 14, 17. ഓക്കെ, 38 ആണ്. അപ്പോ രണ്ട് സ്ഥലത്തും വരുന്നത് 20, 36, 38. ഓക്കെ. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്ലോസ് ചെയ്തു, ഫിനിഷ് ചെയ്തു. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ കിട്ടിയത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് 16. സോ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് ഫണ്ട് ഫ്ലോയില് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. ഓക്കെ. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോൺ കറന്റ് അസെറ്റ്സ്, നോൺ കറന്റ് ലൈബിലിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് വരയ്ക്കലാണ്. സോ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോവാം. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോൺ കറന്റ് അസെറ്റ്സ് കൺസിഡർ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി കൺസിഡർ ചെയ്ത് അവിടെ പെർച്ചേസ് ആണോ സെയിൽ ആണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യലാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വരയ്ക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് ആണ്. സോ അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കാം. സോ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. 40 ആണ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് പ്ലാന്റിന് വരുന്നത്, അസെറ്റ് ആയതുകൊണ്ട്. സോ ഡെബിറ്റ് ചെയ്തു ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ദെൻ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട് അവിടെ 100 ആണ്. സോ ക്ലോസിംഗ് ബാലൻസ് എഴുതി 100. ഓക്കെ. ഇനി അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ എന്താണ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എ മെഷീൻ ഹാസ് ബീൻ സോൾഡ് ഫോർ ₹5,000. സോ 5,000 റുപ്പീസിന് മെഷീനറി അവിടെ സെയിൽ നടത്തി. അതിന്റെ WDV എന്ന് പറയുന്നത് 6,000 റുപ്പീസ് ആണ്. സോ WDV മീൻസ് വാട്ട്? ഡിപ്രീസിയേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് 6,000. സോ അങ്ങനെ 6,000 റുപ്പീസ് വാല്യൂ ഉള്ളതാണ് 5,000 റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്തത്. സോ ദാറ്റ് മീൻസ് അവിടെ 1,000 റുപ്പീസ് അവിടെ നമുക്ക് നഷ്ടമാണ്. സോ ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് എവിടെ കാണിക്കണം? മെഷീനറിയുടെ അക്കൗണ്ടിൽ കാണിക്കണം. സോ ബൈ ക്യാഷ് നമുക്ക് പൈസ കിട്ടിയത് എത്രയാണ്? 5,000 റുപ്പീസ് ആണ്. സോ നമുക്ക് തൗസൻഡ്സ് ഒമിറ്റ് ചെയ്തിട്ട് അപ്പൊ എത്ര എഴുതാൻ പറ്റും? 5. ഓക്കെ. ബൈ ക്യാഷ് ₹5. ഇനി അവിടെ ഡിപ്രീസിയേഷൻ വന്നിരിക്കുന്നത് എത്രയാണ്? 5,000 റുപ്പീസ് ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ബൈ ഡിപ്രീസിയേഷൻ അഗൈൻ 5,000 ഡിപ്രീസിയേഷൻ നമ്മൾ 1,000 ഒമിറ്റ് ചെയ്ത് കാണിച്ചു. ഇനി 6,000 റുപ്പീസ് WDV ഉള്ളതാണ് 5,000 റുപ്പീസിന് സെയിൽ ചെയ്തത്. അപ്പൊ അവിടെ നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് 1,000 റുപ്പീസ് ആണ്. സോ അത് എവിടെ കാണിക്കണം? ബൈ P&L ബ്രാക്കറ്റില് ലോസ് ഓൺ സെയിൽ. ലോസ് ഓൺ സെയിൽ എത്ര വന്നു? 1,000 റുപ്പീസ്. സോ നമുക്ക് എഴുതാം 1. ഓക്കെ. സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ കാണിക്കാനുള്ള. സോ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് ക്രെഡിറ്റ് കൂടി ഡെബിറ്റ് കുറയുമ്പോൾ പെർച്ചേസസും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ സെയിൽസും ആയിരിക്കും. സോ നമുക്ക് ടോട്ടൽ ചെയ്യാം. സോ ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് അവിടെ കൂടുതൽ വരുന്നത്. സോ ക്രെഡിറ്റ് ടോട്ടൽ അവിടെ 111. ഓക്കെ. 111 വരുന്നുണ്ട്. ദെൻ ബാലൻസ് അപ്പൊ വരുന്നത് മുകളിൽ അവിടെ 40 ആണ് കിടക്കുന്നത്. സോ ബാലൻസ് എത്ര വരും? 71. അപ്പൊ ക്രെഡിറ്റ് കൂടി ഡെബിറ്റ് കുറഞ്ഞു. സോ ദാറ്റ് മീൻസ് അവിടെ എന്താണ്? പെർച്ചേസസ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് എഴുതാൻ ടു ക്യാഷ് ബ്രാക്കറ്റില് പെർച്ചേസസ്. ഓക്കെ. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് പെർച്ചേസസ് കിട്ടി. സോ പെർച്ചേസസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവാണ് ചെയ്യുന്നത് അവിടെ. സോ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 71 റുപ്പീസ് ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. ഓക്കെ. സോ അതാണ് ആദ്യത്തെ നോൺ കറന്റ് അസറ്റ്സിന്റെ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിട്ടുണ്ട് 100, ക്ലോസിംഗ് 85. സോ നമുക്ക് നെക്സ്റ്റ് എഴുതാം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 100 ബൈ ബാലൻസ്
by balance carried down 85. Okay, any adjustment പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്യുക. A part of land was sold out in 2016. അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും 2016 ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് ഒരു 10 പോയിട്ടുണ്ട്. സോ അത് എന്തിന്റെ പ്രോഫിറ്റ് ആണ്? ഈ പറയുന്ന ലാൻഡ് നമുക്ക് സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുള്ളത്. സോ നമുക്ക് അത് കാണിക്കാൻ പറ്റും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ടു പ്രോഫിറ്റ് എവിടേക്ക് മാറ്റിയത്? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് CR. ഓക്കെ, സോ എമൗണ്ട് അവിടെ വന്നിരിക്കുന്നത് 10 ആണ്. അപ്പൊ നമുക്കത് കാണിക്കാം 10. നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടാറ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയും, അതനുസരിച്ചിട്ടൊക്കെയാണ് വരാറ്. അപ്പോൾ 10 എഴുതി. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് വരുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ് കൂടുന്നത്. അവിടെ 110 ഡെബിറ്റ് ബാലൻസ് വരുന്നുണ്ട്. സോ രണ്ട് സൈഡിലും 110 കാണിക്കാം. സോ ഡിഫറൻസ് നമുക്ക് എന്ത് കാണിക്കണം? ബൈ ക്യാഷ്. സോ ഡിഫറൻസ് വരുന്നത് അവിടെ 25 ആണ് ഡിഫറൻസ് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ സെയിൽ ഓഫ് ലാൻഡ് ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ കാണിക്കാം സെയിൽ. ഓക്കെ, സോ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ അക്കൗണ്ടും വരച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ്. അതും കൂടി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് P&L പോവാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ് വരയ്ക്കാനുള്ളത്. സോ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ആണ്, ക്ലോസിംഗ് ബാലൻസ് അവൈലബിൾ ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 21. ക്ലോസിംഗ് ബാലൻസ് 25 ആണ്. സോ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 25 എഴുതി. ഓക്കെ, ഇനിയാണ് പ്രപ്പോസ് ഡിവിഡൻഡിന്റെ ട്രീറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. സോ ലാസ്റ്റ് ഇയർ പ്രപ്പോസ് ഡിവിഡൻഡ് കറന്റ് ഇയറിൽ ആദ്യം പേ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്ക് ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 21 ആണ്. സോ അത് കറന്റ് ഇയറിൽ ആദ്യം ടു ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യണം. എത്ര? 21. സോ ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് കറന്റ് ഇയറിൽ ആദ്യം പേ ചെയ്തു 21. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000. സോ നെക്സ്റ്റ് അപ്പൊ ഇത് ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് എമൗണ്ട് പേ ചെയ്തു. നെക്സ്റ്റ് ടു ക്യാഷ് ആണ്. ബ്രാക്കറ്റില് ഇന്ററിം എമൗണ്ട് 10 ആണ്. സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് അക്കൗണ്ടിൽ കാണിക്കാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ടോട്ടൽ വരുന്നത് എത്രയാണ്? 56 ആണ്. ഡെബിറ്റ് ആണ് കൂടുതൽ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് എവിടേക്ക് മാറ്റണം? അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിലോട്ട് മാറും. സോ ബാലൻസ് എത്ര വരും നോക്കിയേ. ബാലൻസ് വരുന്നത് അവിടെ 35 ആണ്. സോ നേരെ എഴുതാ ബൈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ ഇതാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് കാണാം. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് P&L അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുക. സോ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് നോക്കാം. എത്രയാണ് വരുന്നത്? 15 ആണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. അപ്പൊ ആദ്യം എഴുതാ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15. ഓക്കെ, നെക്സ്റ്റ് ടു ബാലൻസ് ക്യാരി ഡൗൺ. അടുത്ത എഴുതാ ടു ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് വന്നിരിക്കുന്നത് 24 ആണ്. ക്ലോസിംഗ് ബാലൻസ് P&L. ഓക്കെ, ഇനി നമുക്ക് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് കൺസിഡർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. റിസീപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതിൽ നമുക്ക് ഓൾറെഡി നേരത്തെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഇട്ടിട്ടുണ്ട് ഒരു 1.
ദാറ്റ് മീൻസ് 1000 റുപ്പീസിന്റെ അല്ല 6000 WDV ഉള്ളത് 5000 വിറ്റു. അവിടെ 1000 റുപ്പീസിന്റെ നഷ്ടമുണ്ട്. സോ നമുക്ക് ആദ്യം അത് കാണിക്കാം. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി വന്നിരിക്കുന്നത് 1000 ആണ്. സോ 1000 ഒമിറ്റ് ചെയ്ത് നമ്മൾ 1 കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ഡിവിഡന്റ് അക്കൗണ്ട് വരച്ചപ്പോൾ 35 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കാണിക്കുക ഡിവിഡൻഡ്. സോ പ്രപ്പോസ് ഡിവിഡന്റ് നമുക്ക് കിട്ടിയത് എത്രയാണ്? 35 ആണ് ബാലൻസ് കിട്ടിയത്. അപ്പൊ അത് കാണിച്ചു. നെക്സ്റ്റ് റിസർവിന്റെ ഡിഫറൻസ് ആണ്. ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് 20 ഉള്ളത് ക്ലോസിംഗ് 25 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എഴുതാം ട്രാൻസ്ഫർ ടു റിസർവ്. സോ 20-25 ആയി. ഇപ്പൊ 5000 റുപ്പീസ് അവിടെ ട്രാൻസ്ഫർ ഉണ്ട്. സോ നമുക്കത് നോൺ ഫണ്ട് ആയിട്ട് 5 കാണിക്കാം. ഇനി നമുക്ക് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് അവിടെ ഉണ്ട്. ചേഞ്ചസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് അവിടെ 10 ആണ്. അപ്പൊ നെക്സ്റ്റ് എഴുതാ ഗുഡ്വിൽ റിട്ടേൺ ഓഫ്. നമുക്ക് അതിന്റെ ചേഞ്ച് വരുന്നത് എത്രയാണ്? 10. ഓക്കെ. ഇനി പ്രിലിമിനറി എക്സ്പെൻസസ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സോ അതിന്റെ ഡിഫറൻസ് റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നോൺ ഫണ്ട് ഐറ്റം ആണ്, കൺസിഡർ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് എഴുതാ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്. സോ ഡിഫറൻസ് അവിടെ വരുന്നത് എത്രയാണ്? 3 ആണ് ഡിഫറൻസ് വരുന്നത്, 3000. ഓക്കെ. ഇനി ഡിപ്രീസിയേഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ നമുക്ക് മെഷീനറിയുടെ പറഞ്ഞിട്ടുണ്ട് 5000 ആണ്. അപ്പോ നെക്സ്റ്റ് എഴുതാം ഡിപ്രീസിയേഷൻ 5000 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 5. സോ നമ്മൾ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും റിസീപ്റ്റ് ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു 1000 റുപ്പീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റിസീപ്റ്റ് ഐറ്റം ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം ബൈ ഡിവിഡൻഡ് റിസീവ്ഡ്. സോ അത് വന്നിരിക്കുന്നത് 1000 ആണ്. സോ 1. ഓക്കെ. അപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. നമുക്കപ്പോ ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡെബിറ്റ് ആണ് കൂടുതൽ വരുന്നത്. സോ ഡെബിറ്റ് ടോട്ടൽ വരുന്നത് അവിടെ 83 ആണ്. രണ്ട് സൈഡിലും നമ്മൾ 83 കാണിച്ചു. സോ ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുള്ളത് എത്രയാണ്? 67. സോ ഡെബിറ്റ് കൂടി ക്രെഡിറ്റ് കുറയുമ്പോൾ എന്താണ് വരുന്നത്? അവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് എഴുതാ ബൈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ അത് സോഴ്സ് സൈഡിൽ കാണിക്കണം. ഓക്കെ. സോ നമുക്ക് ഫൈനലി വരയ്ക്കാനുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് അതിലോട്ട് പോവാം. ഫൈനലി നമുക്ക് വരയ്ക്കാനുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊക്കെയാണ് നമുക്ക് ഫണ്ട് വന്നിട്ടുള്ളതെങ്കിൽ അത് സോഴ്സ് സൈഡിലും നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോയിട്ടുള്ളത് ആപ്ലിക്കേഷൻ സൈഡിലും കാണിക്കണം. ഓക്കെ. സോ 1 by 1 ആയിട്ട് നോക്കാം. സോ നമ്പർ 1 നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. 150 ഉള്ളത് 200 ആയിട്ട് അവിടെ ഇൻക്രീസ് ആണ്. സോ ദാറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഡിഫറൻസ് വരുന്നത് 50 ആണ്. സോ 50,000 റുപ്പീസ് നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് സോഴ്സ് സൈഡിൽ കാണിക്കാം ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡിഫറൻസ് വരുന്നത് 50. ഓക്കെ. ഇനി നമുക്ക് ഓൾറെഡി പ്ലാന്റിന്റെ അക്കൗണ്ട് വരച്ചിട്ട് അവിടെ ഒരു സെയിൽ വന്നിട്ടുണ്ട്. സെയിൽ ഓഫ് അസെറ്റ് 5000. അപ്പൊ അതും നമുക്ക് സോഴ്സ് ആണ്. നെക്സ്റ്റ് കാണിക്കാം സെയിൽ ഓഫ് പ്ലാന്റ് 5000 ആണ്. അപ്പൊ 5000 ഒമിറ്റ് ചെയ്തിട്ട് ദെൻ ലാൻഡ് സെയിൽ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്കൊരു 25,000 കിട്ടിയിട്ടുണ്ട് അക്കൗണ്ട് വരച്ചിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അത് എഴുതാം സെയിൽ ഓഫ് ലാൻഡ്. ഡിഫറൻസ് നമുക്ക് കിട്ടിയത് പെർച്ചേസിന് സെയിലായിട്ട് കിട്ടിയത് 25 ആണ്. 25,000 എഴുതി. ഇനി ഡിവിഡൻഡ് റിസീവ്ഡ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ടിൽ അത് കാണിച്ചു. സോ ക്യാഷ് ഇവിടെ വന്നു 1000.
സോ ഫണ്ട് വരുമ്പോൾ അത് എവിടെ കാണിക്കണം? സോഴ്സ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് എഴുതാം ഡിവിഡൻഡ് received 1000, that means 1. ഇനി നമുക്ക് ഐറ്റംസ് ഒന്നും ഇനി എന്താണുള്ളത്? നമുക്ക് അഡ്ജസ്റ്റഡ് ചെയ്യാനുള്ള അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ എന്നുള്ളത് എത്ര? 67 സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് എഴുതാം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ amount 67. ഓക്കെ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സൈഡിൽ കൺസിഡർ ചെയ്യേണ്ട ഐറ്റംസിലോട്ട് പോവാം. നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ 10, സെക്കൻഡ് ഇയർ 15 ആണ്. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? പെർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അഡീഷണൽ ആയിട്ട് 5, ദാറ്റ് മീൻസ് 5000 പെർച്ചേസ് നടന്നിട്ടുണ്ട്. സോ നമുക്ക് ഡിഫറൻസ് എന്തായിട്ട് എഴുതാം? പെർച്ചേസ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് എഴുതാം പെർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഡിഫറൻസ് 5000 ആണ്. അപ്പൊ 5. ഓക്കെ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ വരച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ച് നമുക്ക് കിട്ടിയത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ ആപ്ലിക്കേഷൻ സൈഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് അത് എഴുതാം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്രയാണ് കിട്ടിയത് നമുക്ക്? നേരത്തെ 16,000 ആണ് കിട്ടിയത്. 16. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു 71. പെർച്ചേസ് ആണ് കിട്ടിയത്. സോ നമുക്ക് നെക്സ്റ്റ് അത് കാണിക്കാം. പെർച്ചേസ് ഓഫ് പ്ലാന്റ് 71. ഓക്കെ. ഇനി പ്രിഫറൻസ് ഷെയർസിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇയർ 75, സെക്കൻഡ് ഇയർ അത് 50 ആയിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? റീപേയ്മെന്റ് നടന്നിട്ടുണ്ട്, റിഡംഷൻ നടന്നിട്ടുണ്ട്. ഡിഫറൻസ്. സോ റിഡംഷൻ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവാണ്. സോ ഇത് എവിടെ കാണിക്കേണ്ടി വരും? ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് അത് എഴുതാം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സോ ഡിഫറൻസ് വരുന്നത് അവിടെ 25 ആണ്. 25,000. ഓക്കെ. ഇനി നമുക്ക് പ്രൊപ്പോസ് ഡിവിഡൻഡിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. നമ്മൾ പ്രൊപ്പോസ് ഡിവിഡൻഡിന്റെ എന്തൊക്കെയാണ്? ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് കറന്റ് ഇയറിൽ കൊടുത്തു 21. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോയി. ഇന്ററിം ഡിവിഡൻഡ് ഒരു 10,000 കൊടുത്തു. അപ്പൊ 2 കേസിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ അത് എവിടെ കാണിക്കണം? ആപ്ലിക്കേഷൻ സൈഡിൽ കാണിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാൻ എന്താണ്? ഡിവിഡൻഡ് പെയ്ഡ്. ലാസ്റ്റ് ഇയർ ഡിവിഡൻഡ് പേ ചെയ്തത് എത്രയാണ്? 21,000. സോ 21 ഡിവിഡൻഡ് പെയ്ഡ് 21. ഇനി നെക്സ്റ്റ് ഇന്ററിം ഡിവിഡൻഡും പേ ചെയ്തിട്ടുണ്ട്. ഇന്ററിം ഡിവിഡൻഡ് അത് എത്രയാണ്? 10,000 ആണ്. അപ്പൊ എഴുതാം 10. ഓക്കെ. സോ നമ്മൾ എല്ലാ ഐറ്റംസും ഇപ്പോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഇനി 2 സൈഡും ബാലൻസ് ചെയ്യണ്ടോ നോക്കാം. സോ നമുക്ക് 2 സൈഡും നോക്കണ സമയത്ത് സോഴ്സിൽ വരുന്നത് 148, ആപ്ലിക്കേഷൻ സൈഡും 148. നമ്മുടെ 2 സൈഡും ടാലി ആയി. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും പ്രോപ്പർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ എന്തൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോകണം? നമ്പർ 1 ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് എടുത്തു, കറണ്ട് ലയബിലിറ്റി എടുത്തു. ദെൻ നോൺ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് വരച്ച് പെർച്ചേസ് ആണോ സെയിൽ ആണോ എന്ന് കണ്ടുപിടിച്ചു. ദെൻ അഡ്ജസ്റ്റഡ് പി ആൻഡ് അക്കൗണ്ട് വരച്ച് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ നോക്കി ഫൈനലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരച്ചു. ഓക്കെ. സോ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഫിനിഷ് ചെയ്യാണ്. ഇനി അഡീഷണൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ വരും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതർവൈസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ മുതൽ പുതിയൊരു ചാപ്റ്ററിലോട്ട് പോവാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.